തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം അപൂർവ രോഗങ്ങളുടെ പിടിയിലേക്കാണോ കേരളം നീങ്ങുന്നത്? അമീബിക് മെനിഞ്ചൈറ്റിസിന് പുറമെ വെസ്റ്റ് നൈലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയാണ്. ഈ രണ്ട് വിഷയങ്ങളിലും, രണ്ട് മാരക രോഗങ്ങളിലും മരണവും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. കേരളം ഒരു ആരോഗ്യ പ്രതിസന്ധിയിലേക്കാണോ നീങ്ങുന്നത്? കഴിഞ്ഞ ദിവസമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 5 വയസ്സുകാരി മരിച്ചത്. മലപ്പുറം മുന്നിയൂർ സ്വദേശി ഫദ്വയാണ് മരിച്ചത്. ഒരാഴ്ചയായി വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. എന്നാൽ ഈ രോഗസംശയമുണ്ടായിരുന്ന മറ്റുള്ളവർ പരിശോധനാ ഫലം നെഗറ്റീവ് ആയതിനെ തുടർന്ന് ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ രോഗാവസ്ഥകൾ സംസ്ഥാനത്തിന്റെ ആരോഗ്യാവസ്ഥയിൽ ഉണ്ടാക്കുന്ന വെല്ലുവിളികൾ ചെറുതല്ല, ആശങ്ക ചെറുതല്ല. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയ വിശദീകരണം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണെന്നുമാണ്. പക്ഷേ അങ്ങനെ സജ്ജമാണോ എന്ന ആശങ്കപ്പെടുന്ന സാഹചര്യമാണ് നമുക്ക് മുന്നിലുണ്ട്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. CV അനുമോദ് നമുക്ക് മുമ്പ് ചേരും. അതിനു മുമ്പായി തന്നെ എന്താണ് ഈ രോഗാവസ്ഥയിലേക്ക് എത്തിയത്, ഒപ്പം തന്നെ കുടുംബത്തിന്റെ സാഹചര്യം അടക്കം നമുക്ക് പരിശോധിക്കാം. ആ പഞ്ചായത്തിൽ നിന്നുള്ള പ്രസിഡന്റ് പ്രതികരണം കേൾക്കാം. വളരെ പ്രതീക്ഷിക്കാത്ത, ഞങ്ങളെ വളരെ വേദനപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഉണ്ടായത്. ഏതെങ്കിലും രീതിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച കുട്ടി ഇന്നലെ രാത്രിയോടുകൂടി ഞങ്ങളോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുള്ള കാര്യമാണ്. കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പുഴയിൽ കുളിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു അസുഖമാണെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് വലിയ പ്രയാസവും ആശങ്കയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു വലിയൊരു പ്രശ്നം, ഈ കുട്ടി ശരിക്കും ചികിത്സ കിട്ടാതെയാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ്. ആ കുട്ടിയുടെ രോഗത്തിന് പറ്റിയ മരുന്ന് നമ്മുടെ നാട്ടിലില്ല, ഇന്ത്യയിലില്ല. അത് വിദേശ രാജ്യത്തുണ്ട്, അത് എത്തിക്കുമെന്ന് അധികാരികൾ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അത് ലഭ്യമായില്ല. കുട്ടിക്ക് രോഗം മൂർച്ഛിക്കുകയും മരണത്തിന് കീഴടങ്ങുകയാണ് ഉണ്ടായത്. ഇനിയെങ്കിലും മറ്റൊരു കുട്ടിക്ക് ഇത്തരത്തിലുള്ളൊരു അവസ്ഥ ഉണ്ടാവരുത്. ഈ മരുന്ന് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളിൽ സ്റ്റോക്ക് ചെയ്യാനുള്ള സംവിധാനം ഇനിയെങ്കിലും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അത്തരത്തിലുള്ള ആശങ്ക ആ പ്രദേശത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. തുടക്കത്തിൽ ആരോഗ്യമന്ത്രി അടക്കം വിശദീകരിച്ചതാണ് വിദേശത്ത് നിന്ന് മരുന്നുകൾ എത്തിക്കാനുള്ള സാധ്യത ആരായുമെന്നത്. പക്ഷേ അതിലേക്ക് കാര്യങ്ങൾ നീളുന്നില്ല, അതിന് കാത്തുനിന്നില്ല. പിഞ്ചു കുഞ്ഞ് മരണത്തിന് കീഴടങ്ങി. വെസ്റ്റ് നൈൽ പനിയും വലിയ പ്രതിസന്ധിയാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത്. വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തു. പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന ആളാണ് മരിച്ചത്. ഇടുക്കി മണിയാറൻകുടി സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. കേരളത്തിൽ 10 പേർക്കാണ് ഇതുവരെ ഈ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്ന സാഹചര്യവുമുണ്ട്. ആരോഗ്യസ്ഥിതി അങ്ങേയറ്റം ആശങ്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. മഴക്കാലം ആരംഭിച്ചിട്ടില്ല, മൺസൂൺ ആരംഭിച്ചിട്ടില്ല. ഇത് വേനൽ മഴയാണ് നടക്കുന്നത്. അതിനിടയിലും ഇത്തരം ശക്തമായ സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. ഇതിന് പുറമെ മറ്റ് സാംക്രമിക രോഗങ്ങളും കേരളത്തിൽ തലപൊക്കി അതിൻ്റെ ഒരു പീക്കിലേക്ക് വരുന്നു എന്നതാണ് സാഹചര്യം. ഇവിടെ നമുക്ക് പിഴയ്ക്കുന്നത് എവിടെ എന്നതാണ് ചോദ്യം. CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, ഈ അമീബിക് മെനിഞ്ചൈറ്റിസ് രോഗം, അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ, അതിൻ്റെ ഒരു അപൂർവത, അത് നേരത്തെ ആരോഗ്യവകുപ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രോഗമാണ്. പക്ഷേ ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നു എന്നൊരു സൂചനകൾക്കിടയിലാണ് മരണമുണ്ടാവുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച്? മരുന്നെത്തിക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം എങ്ങനെയാണ് അനുമോദ്? മരുന്നില്ലാത്ത ഒരു രോഗാവസ്ഥയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇതിന് കൃത്യമായ ഒരു മരുന്ന് ഇന്ന് നാട്ടിലില്ല. ഇത് മുൻപ് റിപ്പോർട്ട് ചെയ്തപ്പോഴും മുൻപ് ഈ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ നിലവിലുള്ള അതേ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ ഒരവസ്ഥ. ഇത് തലച്ചോറിൽ ഇതിൻ്റെ ഒരു സാന്നിധ്യം, മസ്തിഷ്ക ജ്വരം, അത് ശരീരത്തിൽ പല തരത്തിലാണ് അതിൻ്റെ ഈ പ്രതിഫലനം ഉണ്ടാകുന്നത്. അത് പല രോഗാവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഈ രോഗാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ സമാനമായ സാഹചര്യത്തിന് ചികിത്സ നൽകുക എന്നല്ല, ലക്ഷണങ്ങൾക്ക് ചികിത്സ നൽകുക എന്നതല്ലാതെ ഈ മസ്തിഷ്ക ജ്വരത്തിന്, അതായത് ഈ അമീബ കാരണം തലച്ചോറിലുണ്ടായ ഈ ഒരു പ്രശ്നത്തിന് ചികിത്സ നൽകുവാൻ കഴിയുന്ന അവസ്ഥയല്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ. ഇങ്ങനെ ഒരു രോഗബാധ ഉണ്ടാകുമ്പോൾ ശ്വാസം മുട്ടൽ അനുഭവപ്പെടും, അതുപോലെ കാഴ്ച നഷ്ടമാകും. അങ്ങനെയുള്ള പല തരത്തിലുള്ള ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ ഉണ്ടാകുന്നു. ഈ അവസ്ഥകൾക്കൊക്കെ ചികിത്സ കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക എന്നതിനപ്പുറം
ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്ന അമീബയെ അല്ലെങ്കിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് ഒരു ചികിത്സ നൽകുക എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ലഭ്യമല്ലാത്ത ഒരു കാര്യമാണ് എന്നതൊരു സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ അതൊരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ച മുനീർ 18ാം വാർഡിലെ മെമ്പർ മുനീർ പറഞ്ഞതും ഇതിൽ ലഭ്യമാകുന്ന ഈ മരുന്ന് ലഭ്യമാക്കുവാൻ വിദേശത്തു നിന്നുള്ള മരുന്ന് എത്തിക്കുവാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തും എന്നാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ദുഃഖകരമായ ഒരു സാഹചര്യം അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു അസുഖം ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതല്ല എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മുൻപ് പലപ്പോഴും സൂചിപ്പിക്കുന്ന പോലെയാണ് അമീബിക് മനഞ്ചൈറ്റിസ് എന്ന രോഗാവസ്ഥ അതുണ്ടാക്കുന്ന ഭീതി ചെറുതല്ല. ഡോക്ടർ അനൂപ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുമോദ് ഒന്ന് ഹോൾഡ് ചെയ്യാം. ഡോക്ടർ അനൂപ്, രോഗാവസ്ഥ അതിതീവ്രമാണ് എന്നത് നമ്മൾ നേരത്തെ കണ്ടെത്തിയിരുന്നതാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിദേശത്ത് നിന്നും മരുന്ന് എത്തിക്കുക എന്ന നമ്മുടെ ഒരു ശ്രമം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. അങ്ങനെയെങ്കിൽ വീണ്ടും ഇത്തരം രോഗാവസ്ഥകൾ ഉണ്ടായാൽ, കാരണം കേരളത്തിൽ മുമ്പും ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ വീണ്ടും ഈ രോഗാവസ്ഥകൾ ഉണ്ടായാൽ മറ്റൊരാളെ കൂടി നമുക്ക് മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വരുമെന്നൊരവസ്ഥ അങ്ങേയറ്റം ഭീതിതമല്ലേ ഡോക്ടർ? അത് മരുന്ന് കിട്ടാത്തത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം ഇത് ബാധിക്കുന്ന ഈ രോഗബാധ ഏൽക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഈ മരണനിരക്ക് ഏകദേശം 90% മുകളിലാണ്. അപ്പൊ ഈ രോഗം വളരെ തുടക്കത്തിലേ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ മരണനിരക്ക് കുറയ്ക്കാൻ വേണ്ടി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ആ രോഗലക്ഷണങ്ങൾ തുടക്കത്തിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ടെസ്റ്റ് നടത്തുകയും പ്രത്യേകിച്ച് ഈ രോഗിയുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ രോഗലക്ഷണങ്ങൾ വന്നതിന്റെ കൂടെ ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മുങ്ങിയതായിട്ടുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഒരു രോഗസാധ്യത എപ്പോഴും കൺസിഡർ ചെയ്യാറ്. അതിന്റെ കൂടെ തന്നെ നാട്ടിലെ നീര് പരിശോധിച്ച് നമുക്ക് ചികിത്സ തുടക്കത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇതിനെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒട്ടുമിക്ക മരുന്നുകളും ഇന്ത്യയിൽ ലഭ്യമാണ്. നമ്മൾ സാധാരണ കുറച്ച് മരുന്നുകളുടെ ഈ ഫംഗസ് ഇൻഫെക്ഷനും അതേപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാറ്. അതിനകത്ത് ഈ മിൽട്ടിഫോസിൻ എന്ന് പറയുന്ന ഈ ലീഷ്മാനിയാസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഇപ്പോ ഇന്ത്യയിൽ ലഭ്യത ഇല്ലാത്തത്. ഞാൻ ഈ അടുത്ത കാലത്ത് അത് മുംബൈ കാഡില എന്ന് പറയുന്ന ഒരു ഫാർമ ഇന്ത്യയിൽ അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ കോഴിക്കോട് ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടവ ആ കമ്പനിയുടെ ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. ആ ഒരു മരുന്ന് ഇന്ത്യയിൽ എവിടെയും ഇല്ല എന്നാണ് എനിക്ക് അന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ICMRന്റെ ഈ ക്ലിനിക്കൽ ഫാർമക്കോളജി വിഭാഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ആ മരുന്ന് ഈ ലേഷ്മാനിയ എന്ന ചികിത്സ നടത്തുന്നതിന് വേണ്ടി US-ലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ മരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ചികിത്സ ഫലപ്രദമാക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഈ ലേറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന കേസിൽ ആ മിൽട്ടിഫോസിൻ എന്നുള്ള മരുന്നും കൂടെ മുമ്പ് ഉപയോഗിക്കുന്ന ഈ ആംഫോട്രസിൻ, ഫ്ലൂക്കറസോൾ, അസിത്രോമൈസിൻ ആ കോമ്പിനേഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ലേറ്റ് ആയിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നതെങ്കിൽ അത് മരണനിരക്ക് കുറയ്ക്കാൻ വലിയ രീതിയിൽ ഉപയോഗപ്പെട്ടോളണമെന്നില്ല. എന്നിരുന്നാലും താങ്കളുടെ പോയിന്റ് വളരെ വാലിഡ് ആണ്. നമുക്ക് മുമ്പ് കോഴിക്കോട് തന്നെ മുമ്പേ 3-4 പ്രാവശ്യം ഒരു 4-5 വർഷത്തിന്റെ ഇടയിൽ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. വീണ്ടും കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ വരാൻ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ മരുന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമാക്കുക, എത്തരം രോഗലക്ഷണങ്ങളിലാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്, അതിന് എന്ത് കൃത്യമായ ട്രീറ്റ്മെന്റ് ആണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഇതിന്റെ ഒരു ഇപ്പൊ നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, മഴ വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് ജലത്തിലെ ഊഷ്മാവ് കൂടുകയും വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യുന്ന ഒരു സമയത്താണ് ഈ രോഗാണു കൂടുതലായി കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കാണാം. ഇപ്പൊ ഈ അന്തരീക്ഷത്തിന്റെ താപനില കുറയുകയും ഈ വെള്ളക്കെട്ടുകളൊക്കെ ഒഴുക്ക് വരികയും ചെയ്യുന്ന സമയത്ത് ഈ സ്വാഭാവികമായി തന്നെ ഈ നീഗ്ലേരിയ ഫോമുലേറി എന്ന് പറയുന്ന ഈ അമീബ നശിക്കാനാണ്. ഓക്കെ ഡോക്ടർ, ഒരു കാര്യം കൂടി, ഈ ഇപ്പം ആ കുട്ടിക്കൊപ്പം രോഗം ബാധിച്ചോ എന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നവർക്കെല്ലാം പരിശോധനാ ഫലം നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റാരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, അങ്ങനെ നമുക്ക് വിലയിരുത്താം അല്ലേ? അതല്ലെങ്കിലും ഈ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമല്ല. ആ കെട്ടിനിന്ന വെള്ളത്തിൽ കുളിച്ച അല്ലെങ്കിൽ കുട്ടിയുടെ കൂടെ കുളിച്ച ആൾക്കാരിലാണ് രോഗാവസ്ഥയ്ക്ക് സാധ്യതയുള്ളത്. ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്, അതായത് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചാൽ രോഗലക്ഷണം കാണിക്കാനുള്ള സമയം പൊതുവെ കുറവാണ്.
40-40 തന്നെ രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടാം. ചിലപ്പോൾ അത് ഏകദേശം ഒരു 7-8 ദിവസം വരെ വൈകിയേക്കാം. ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ടും ഈ രോഗലക്ഷണങ്ങൾ കാണുന്നില്ലെങ്കിൽ ആ ജലസ്രോതസ്സിൽ നിന്ന് വലിയ രീതിയിലേക്ക് രോഗം വ്യാപിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ വ്യാപിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത കുറവാണെന്ന് നമുക്ക് അനുമാനിക്കാം. ഡോക്ടർ, ഒരു കാര്യം കൂടി, ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഡയഗ്നോസ് ചെയ്യാൻ വൈകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി. സ്വാഭാവികമായും ഇത്തരമൊരു രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ മറ്റ് സാധ്യതയുള്ള രോഗങ്ങളിലേക്കായിരിക്കുമല്ലോ ആരോഗ്യ വിദഗ്ധർ ചികിത്സ തേടുമ്പോഴുള്ള ഡോക്ടർമാർ വിലയിരുത്തുകയും അതിനുള്ള ചികിത്സ നൽകുകയും ചെയ്യുക. പിന്നെ അതിന് കുറവുണ്ടാവാതെ വരുമ്പോഴാണല്ലോ ഏറ്റവും ഒടുവിൽ ഇത്തരം പരിശോധനകളും ഈ അമീബിക് മെനഞ്ചൈറ്റിസ് പോലെയുള്ള രോഗമാണോ എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് പോവുക. അപ്പോൾ നമ്മുടെ ആരോഗ്യ പ്രോട്ടോക്കോളിൽ ഒരു ചേഞ്ച് വരുത്തേണ്ടതുണ്ടോ ഈ പുതിയ സാഹചര്യത്തെ നേരിടാൻ? ഇല്ല, നമ്മുടെ നാട്ടിലും ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ചൂടുകാലത്ത് ഈ വെള്ളത്തിൽ മുങ്ങിയ ശേഷം മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളുമായി വരുന്ന കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും തീർച്ചയായിട്ടും ഈ നട്ടിൽ നിന്ന് സ്രവം പരിശോധിക്കുന്നതിന്റെ കൂടെ ഈ അമീബയുടെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളതും കൂടെ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ഈ കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ. മറ്റൊന്ന്, ഇത് ഏതൊക്കെ തരത്തിലുള്ള ജലാശയങ്ങളിലാണ് കാണാനുള്ള സാധ്യത. കാരണം മുമ്പൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കെട്ടി നിൽക്കുന്നതോ അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്നതോ ആയിട്ടുള്ള ഈ വെള്ളക്കെട്ടുകളിലാണ് ഈ അമീബ കൂടുതലായി കാണാറുണ്ടായിരുന്നു. അല്ലാതെ ഈ ഒഴുക്കുള്ള പുഴയിലോ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിലോ ഒന്നും എന്തായാലും ഇത് കാണില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് മറ്റേതെങ്കിലും നമ്മുടെ നാട്ടിലെ സാധാരണ ഈ ഒഴുക്കില്ലാത്ത കുളത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ പ്രാവശ്യം അണുബാധ വന്ന പോലെ എന്തെങ്കിലും വെള്ളം ഈ തടകെട്ടി നിർത്തിയിട്ടുള്ള സ്ഥലങ്ങളിലോ അത്തരം ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഈ വെള്ളത്തിൽ ഈ അമീബയുടെ പ്രസൻസ് ഉണ്ടാവാന്നുള്ളതിനെ പറ്റി നമുക്ക് കുറച്ചുകൂടെ വ്യാപകമായ രീതിയിലുള്ള പഠനം നടത്തണം. അതേപോലെ തന്നെ ഈ രോഗത്തെ ചികിത്സിക്കുന്ന, പ്രത്യേകിച്ച് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളുമായി ആൾക്കാരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും ഇത് കൃത്യമായി രോഗലക്ഷണങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിന്റെ കൂടെ ഇത്തരം കാര്യങ്ങളുണ്ട്, വെള്ളത്തിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മുങ്ങിയതായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുകയും ഉണ്ടെങ്കിൽ ഉടനടി അതിനുള്ള ചികിത്സാ ക്രമങ്ങളും അതല്ലെങ്കിൽ ഈ രോഗനിർണയത്തിനുള്ള ടെസ്റ്റുകളും ഉടനടി നടത്തുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിന്റെ പ്രശ്നം സാധാരണ രീതിയിൽ എല്ലാവർക്കും രോഗലക്ഷണം തുടങ്ങുന്നത് പനി, തലവേദന, ഈ ദേഹാസ്വാസ്ഥ്യം തുടങ്ങിയ രീതിയിലാണ്. പിന്നീടാണ് അത് അപസ്മാരം, ഈ പെരുമാറ്റത്തിലുള്ള വ്യത്യാസം, ബോധക്ഷയം എന്നുള്ള ലെവലിലേക്ക് പോകുന്നത്, അതിന്റെ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പൊ അത് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ചെറുതായിട്ട് തലവേദന, ഈ പനിയൊക്കെ വരുന്ന സമയത്ത് തന്നെ പ്രത്യേകിച്ച് ഈ വെള്ളത്തിൽ മുങ്ങിയതിന്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ടെസ്റ്റ് നേരത്തെ നടത്തിക്കഴിഞ്ഞ് രോഗനിർണയം നടത്തിക്കഴിഞ്ഞാൽ നേരത്തെ ചികിത്സ തുടങ്ങാനും ഈ മരണനിരക്ക് ഒരു പരിധി വരെ പിടിച്ചു നിർത്താനും സാധിക്കും. വളരെ നന്ദി ഡോക്ടർ, വിലയേറിയ അങ്ങയുടെ നിർദ്ദേശങ്ങൾ പങ്കുവച്ചതിന്. അനുമോദ്, ഡോക്ടർക്ക് പറയുന്നത് ഇനിയുള്ള ഭാവിയിലേക്കെങ്കിലും നമ്മൾ മരുന്നിവിടെ കരുതി വെക്കേണ്ട ഒരു ആവശ്യകതയിലേക്കാണ് നമ്മുടെ സാഹചര്യങ്ങൾ, ആരോഗ്യ സാഹചര്യങ്ങൾ, പൊതു സാഹചര്യങ്ങൾ നീങ്ങുന്നത് എന്നതാണ്. നേരത്തെ ആ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ അവരുടെ ഒരു പരാതിയായവർ ഉന്നയിക്കുന്നില്ലെങ്കിൽ കൂടിയും അത്തരം ഒരു സാധ്യതയിലേക്ക് പോയില്ല, അതുകൊണ്ട് വേണ്ടത്ര ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ആശങ്ക അദ്ദേഹവും പങ്കുവെക്കുന്നുണ്ട്. പൊതുവിൽ ഈ രോഗാവസ്ഥ വന്നതിന് ശേഷം ആ പ്രദേശവാസികളുടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? കൂടുതൽ പേരിലേക്ക് ഈ ആശങ്കയൊക്കെ പടർന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അധികൃതരുടെയൊക്കെ ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ ഒരു രോഗം സ്ഥിരീകരിച്ചതിന് ശേഷം അവിടെ ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ട്. നമ്മൾ ആ പഞ്ചായത്തിൽ പോയിരുന്നു, ഈ പ്രസിഡന്റുമായിട്ടും ഇപ്പം നമ്മോട് സംസാരിച്ച മെമ്പറുമായിട്ടും അതുപോലെ ഈ കുട്ടിയുടെ അയൽവാസികളുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക, അവർ നിത്യോപയോഗത്തിന് അല്ലെങ്കിൽ നിത്യവും ഉപയോഗിക്കുന്ന ഒരു നദി, ഒരു ജലസ്രോതസ്, അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു രോഗബാധ ഉണ്ടായത് എന്നതാണ് അവരെ സംബന്ധിച്ച് ആദ്യം നൽകുന്ന ഒരു ഞെട്ടൽ. കാരണം ഇങ്ങനെ ഒരു സാഹചര്യം അവരുടെ നാട്ടിലെ ആ പുഴയിലുണ്ട് എന്ന അത് അവരെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് അവരെ സംബന്ധിച്ച് ഉണ്ടായ ആദ്യത്തെ ഒരു ഷോക്ക്. അതിനെ തുടർന്ന് നടത്തേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ, അത് ആ ഒരു മേഖല മുഴുവനായിട്ടും 18ാം വാർഡ് മുഴുവനായിട്ടും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഈ ക്ലോറിനൈസേഷൻ തുടങ്ങി എല്ലാ നടപടികളും അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അതിനും അപ്പുറത്തായിട്ട് മെയ് 1 മുതൽ ഈ ഒരു അസുഖം സ്ഥിരീകരിച്ച ദിവസം വരേക്ക് ആ ഒരു മേഖലയിൽ പുഴയിൽ കുളിച്ച ആളുകളുടെ എല്ലാ വിശദാംശങ്ങളും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് തേടുകയും ആ വീടുകളിൽ കയറിയിറങ്ങി രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും
അത്തരത്തിൽ ഇനി ഒരാൾക്ക് ഈ ഒരു അസുഖം ഉണ്ടാകരുത്, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ട നടപടികൾ അതിന് എന്തെല്ലാം കൈക്കൊള്ളാമോ അതെല്ലാം കൈക്കൊണ്ടിട്ടുണ്ട്. അത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. കാരണം ഒരു അസുഖം റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ, അതിൻ്റെ ഒരു ഈ ഡെപ്ത് മനസ്സിലാക്കി പ്രതിരോധ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിക്കുന്നത്. ഇതൊരു യാദൃശ്ചികമായി സംഭവിച്ച കാര്യമാണ്. ഒരു വെള്ളക്കെട്ട് മനുഷ്യൻ നിർമ്മിതമായൊരു വെള്ളക്കെട്ടിലല്ല ഇത് ഉണ്ടായിട്ടുള്ളത്. മഴ മൂലം വെള്ളം കെട്ടി നിന്ന ഒരു സ്ഥലത്ത് നമുക്കൊപ്പം ചേരുന്നു ഡോക്ടർ അമർ ഫെറ്റിൽ. നമ്മൾ കഴിഞ്ഞ ദിവസവും സംസാരിച്ചതാണ്. അപ്പോൾ അങ്ങ് ആശങ്കപ്പെട്ടിരുന്നു നമ്മുടെ ആരോഗ്യ കലണ്ടറിൽ നമ്മുടെ സംവിധാനങ്ങളിൽ ഒരു പരിഷ്കാരം വേണ്ടി വരുന്നതിൻ്റെ ആവശ്യകത. കാരണം കേരളത്തിൻ്റെ ആരോഗ്യ പ്രതിസന്ധികൾ സാഹചര്യങ്ങളൊക്കെ മാറുകയാണ്. നമ്മൾ ഇന്ന് ഈ കാര്യം സംസാരിക്കുമ്പോൾ സംസ്ഥാനത്ത് 2 മരണം, ഒന്ന് ഈ അമീബിക് മെനിഞ്ചൈറ്റിസും മറ്റൊന്ന് വെസ്റ്റ് നൈൽ പനിയുമാണ് വില്ലനായത്. ഇനി അങ്ങോട്ട് വരുന്നത് മഴക്കാലമാണ്. മഴക്കാലം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. മഴക്കാലം വരുമ്പോൾ നമുക്ക് മുന്നിൽ സാധാരണ പാരമ്പര്യ രോഗങ്ങളായി പനിയുടെ കടന്നുവരവ്, മറ്റ് അസുഖങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. നമ്മൾ എത്ര കണ്ട് ജാഗ്രത പുലർത്തണം ഡോക്ടർ? ആശങ്കപ്പെടുന്ന സാഹചര്യം നമുക്ക് മുന്നിലുണ്ടോ? തീർച്ചയായിട്ടും ഈ മഴക്കാലം വരുമ്പോഴേക്കും അസുഖങ്ങളുടെ സീസൺ ആണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അസുഖങ്ങളുടെ എണ്ണം, പിന്നെ അതിൽ കോംപ്ലിക്കേഷൻസ് വരുന്നതിന്റെ എണ്ണം എല്ലാം സാധാരണ സ്ഥിരമായി വർദ്ധിക്കാറുണ്ട്. ഇപ്പോഴും അങ്ങനെ ഉണ്ടാവും. പക്ഷെ ആ വർധനവിൽ നമുക്കൊരു ഇമ്പാക്ട് അല്ലെ ഒരു കുറവ് വരുത്താൻ സാധിക്കുന്ന വെച്ചാൽ വ്യക്തിഗതമായിട്ടുള്ള ഒരു സൈഡിലെ സംവിധാനങ്ങൾ, ഈ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളുണ്ടല്ലോ, വെള്ളത്തിനെ ക്ലീൻ ആക്കലും അല്ല വെള്ളം കെട്ടാതിരിക്കുക, അങ്ങനെ അതൊരു സെറ്റ് ഓഫ് സ്ഥാനങ്ങളാണ്. അതിൽ ആരോഗ്യവകുപ്പ് മാത്രമല്ല പങ്കെടുക്കുന്ന, എല്ലാ വകുപ്പുകളും ഉണ്ട്. പക്ഷെ ആരോഗ്യത്തിന്റെ സൈഡിൽ നിന്നുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ജനങ്ങൾക്കുള്ള വേണ്ട മുന്നറിയിപ്പും സഹായമാണ്. ആ കൂട്ടത്തില് നമ്മൾ ജനങ്ങളുടെ വ്യക്തിപരമായ കുറെ പ്രിക്കോഷൻസ് ആവശ്യമുണ്ട്. കാരണം ഇപ്പൊ ഒന്ന് ജോലിക്ക് പുറത്തിറങ്ങുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ സ്പെഷ്യൽ എമർജൻസി സർവീസിനും മറ്റ് ജനസേവനത്തിനും പുറത്തിറങ്ങുന്നവരുണ്ടാവും, ഡെയിലി ലൈഫിന് പുറത്തിറങ്ങുന്നവർ. അപ്പൊ അവിടെ ഏറ്റവും ഇന്ന് തലകെട്ടായിരിക്കേണ്ട സ്ഥലങ്ങൾ വെസ്റ്റ് നൈൽ ഫീവറോ അല്ലെങ്കിൽ അമീബിക് എൻസെഫലൈറ്റിസ് ഒക്കെ പറഞ്ഞാൽ റെയർ ആയിട്ടുള്ള അസാധാരണ സിറ്റുവേഷനിൽ വരുന്ന രോഗങ്ങളാണ്. പക്ഷെ വൻതോതിൽ വരുന്നത് നമുക്ക് നിതാന്തമായിട്ടുള്ള ജാഗ്രത വേണ്ടത് ഒന്ന് എലിപ്പനിയാണ്, രണ്ടാമത്തത് ഡെങ്കി, പിന്നെ വയറിളക്ക രോഗങ്ങളും ജലജന്യ രോഗങ്ങളും. ഇത് മൂന്നിനും ഒരു നിതാന്ത ജാഗ്രത വേണം. അപ്പൊ ഇപ്പൊ എലിപ്പനിയുടെ കാര്യം പറഞ്ഞാല് വെള്ളത്തിൽ മലിനമായ വെള്ളത്തിൽ ഇറങ്ങുന്ന എല്ലാവരും ഇറങ്ങുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ ഇറങ്ങിയ സാഹചര്യത്തിൽ ഒരു പനി വരുന്നു, അത് പതിവില്ലാത്ത പനിയാന്ന് തോന്നുന്നു, ഒരു മേലുവേദനയൊക്കെ കൂടുതലാണ്, അസാധാരണ സർക്കംസ്റ്റാൻസ് എന്തെങ്കിലും പതിവിൽ നിന്ന് വിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ അഡ്വൈസ് എടുക്കണം. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, പലപ്പോഴും ഡോക്ടറെ അഡ്വൈസ് എടുക്കുക, ഹോസ്പിറ്റലിൽ പോകുന്ന വെച്ചാൽ ആൾക്കാർക്ക് മടിയാണ്, ചിലപ്പോൾ പറയാൻ തിരക്കായിരിക്കും, ഇതിനൊന്നും നേരം കിട്ടില്ല. സംഗതി ശരിയാണ്. പക്ഷെ അപ്പോഴാണ് നമ്മുടെ വേറൊരു സംവിധാനം എല്ലാവർക്കും യൂസ് ചെയ്യാൻ, പബ്ലിക്കിന് മൊത്തം യൂസ് ചെയ്യാവുന്ന ഒരു സംവിധാനം ദിശ ഹെൽപ്പ് ലൈൻ ആണ്. 1056 എന്നുള്ള നമ്പറിൽ ഒരു കോള് കൊടുക്കുന്നതിൽ കൂടെ, അല്ലെങ്കിൽ 0471 255 2056 ഇതിൽ പബ്ലിക്കിനെ എപ്പോ വേണമെങ്കിലും വിളിച്ചൊരു സംശയം ചോദിച്ചാൽ എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്, എന്താണ് നാളെ ചെയ്യേണ്ടത്, എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്, എന്ത് കാര്യമാണ് അവിടെ പോയി പറയേണ്ടത് മുതലായ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അഡ്വൈസ്, ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വൈസ് കിട്ടും. അത് പ്രകാരം നീങ്ങുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ആന്റിസിപ്പേറ്റിന്റെ കുറെ കഷ്ടപ്പാടുകളുണ്ട്, അതിനെ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എലിപ്പനിയുടെ സാഹചര്യം, ഇങ്ങനെ വെള്ളത്തിൽ പെരുമാറി ഇപ്പൊ ഒരു പനി വന്നു, ഒരു മേലുവേദന വന്നു, ദിശ വിളിക്കും, അവർ പറയും ഹോസ്പിറ്റലിൽ പോയി ഈ കാര്യം പറഞ്ഞ് ഡോക്സിസൈക്ലിൻ കഴിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക. അതൊരു എക്സാമ്പിൾ ഉദാഹരണമാണ്. അപ്പോൾ അല്ലെങ്കിൽ വേറൊരാളിപ്പോ ഈ വീട്ടിലൊക്കെ വെള്ളം ചുറ്റും കെട്ടിയിട്ടുണ്ടാകും, കുപ്പിയോ അത് കഴിച്ചില്ല, അപ്പൊ ഡെങ്കിന്റെ പകർച്ച തുടങ്ങുന്നതായിരിക്കാം. അപ്പൊ ഉടനെ പോയി ഈ വിവരം പറയണം, കൊതുക് നല്ലോണം ഒരു വാക്ക് പറഞ്ഞാൽ ഡെങ്കിന്റെ കാര്യത്തിൽ കൂടുതൽ അലേർട്ടായിട്ട് അവർ നോക്കുന്നു. മൂന്നാമതൊരു വ്യക്തി അല്ലെ വേറൊരു വ്യക്തി പറയുന്നത് ഇങ്ങനെയൊക്കെ നമ്മുടെ വെള്ളത്തിൽ കുടിക്കുന്ന വെള്ളത്തിൽ കണ്ടാമിനേഷൻ സംശയമുണ്ട്, ഇപ്പൊ വയറിളക്കം ഛർദിയൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ വെള്ളം തിളപ്പിക്കുന്ന കാര്യം, കിണറിനെ ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടി ആരോഗ്യവകുപ്പിലെ ആൾക്കാരെ ജീവനക്കാരെ അവിടെ വിടുക മുതലായ കാര്യങ്ങൾ ആരോഗ്യവകുപ്പിനും മെഡിക്കൽ സർവീസസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് പബ്ലിക് സർവീസസ്, പ്രൈവറ്റ് മെഡിക്കൽ സർവീസ് എല്ലാവരും കൂടെ കൂട്ടുചേർന്ന് നിൽക്കുന്ന ഒരു ഹെൽപ്പിന് നിൽക്കുന്നുണ്ട്. ജനങ്ങൾ അത് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ നമ്മളുടേക്കുള്ള ആക്സസ് വളരെ എളുപ്പമാണ്. ഈ ദിശ നമ്പർ വീട്ടിൽ തന്നെ ഇരുന്ന് വളരെ ഇന്ന് എല്ലാവരുടെ കയ്യിൽ ഫോണുണ്ട്. ക്രിട്ടിക്കൽ അഡ്വൈസ് ഞാൻ പറയുന്ന വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ്, അത്യാവശ്യമുള്ള കോമൺ സെൻസ് സിമ്പിൾ അഡ്വൈസ് ദിശയിൽ കൂടെ കിട്ടും. അത് പ്രകാരം ഇന്ന് വൈകുന്നേരമോ ഇന്ന് രാവിലെയോ നാളെ വൈകുന്നേരമോ നാളെ രാവിലെ ഒക്കെ പോയിട്ട് ഡോക്ടറെ കണ്ട് നമുക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കാം. പിന്നെ പ്രിവെന്റീവ് ചികിത്സ നമ്മൾ ആരോഗ്യവകുപ്പിന്റെ അറിയിപ്പുകൾ പേപ്പറും മാധ്യമങ്ങൾ ടി വിയിൽ ഇപ്പൊ നിങ്ങളെല്ലാം ഇടുന്നുണ്ട്. അത് ജനങ്ങളൊന്ന് ഉൾക്കൊണ്ട് ഇത് നമ്മുടെ കൂടെ കാര്യമാണ്, ആരാന്റെ കാര്യമല്ല, വേറെ ആരെങ്കിലും വന്ന് ചെയ്യട്ടെന്ന് വിചാരിച്ചിരിക്കരുത്. നമ്മളാൽ പറ്റുന്ന അണ്ണാരെ കണ്ണനും തന്നാലായത് നമ്മുടെ പങ്ക് ഇമ്പോർട്ടന്റ് ആണ്, ഓരോ കുടുംബത്തിന്റെയും പങ്ക്. ആ രീതിയിലും കൂടെ നീങ്ങുകയാണെങ്കിൽ നമ്മൾക്ക്
ഒരു വേവിനെ കുറയ്ക്കാൻ സാധിക്കും. ഡോക്ടർ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ നഗരമേഖലകളിലൊക്കെ ചെല്ലുമ്പോൾ കാണാം ആളുകൾ നമ്മുടെ കോവിഡ് കാലത്തിന് സമാനമായി തിരക്കേറിയ ഇടങ്ങളിൽ ആളുകൾ സ്വയം മാസ്ക് ധരിച്ച് പുറത്തിറങ്ങുന്നുണ്ട്. ഒരുപക്ഷെ അവർക്ക് ആളുകൾക്ക് ആശങ്കപ്പെടുന്നുകൊണ്ടാവാം, കാരണം മഴക്കാലം വരുന്നു, അല്ലെങ്കിൽ നിരവധി സാംക്രമിക രോഗങ്ങളുടെ സാധ്യതയുണ്ട്, അതുകൊണ്ട് മാസ്ക് ധരിച്ചാൽ അതിനെ ചെറുക്കാമെന്നൊരു ധാരണയിലേക്ക് ജനം സ്വയം അങ്ങ് പരിചയപ്പെടുകയാണ്. ഒരുപക്ഷെ കോവിഡ് നൽകിയ മുൻകാല അനുഭവമാവാം അത്തരം സ്വയം പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം അങ്ങക്ക് നൽകാനുണ്ടോ? അല്ല, അത് തീർച്ചയായിട്ടും ജനങ്ങളെ ഈ ഇപ്പൊ പകർച്ച ഒന്ന് ഇങ്ങോട്ട് കിട്ടാതിരിക്കാൻ, ഒന്ന് അങ്ങോട്ട് കൊടുക്കാതിരിക്കാൻ. ഇപ്പൊ മാസ്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു അസുഖം ഈ വൈറൽ ഫീവേഴ്സും ജലദോഷപ്പനികളാണ്. അപ്പൊ ആ നേരത്ത് മാസ്ക് ഒരു സെക്കൻഡ് ലെവലാണ്. ഫസ്റ്റ് ലെവൽ എന്ന് വെച്ചാൽ തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോൾ വായി കർച്ചീഫ് കൊണ്ടോ തുണി കൊണ്ടോ മൂടുന്നൊരു ശീലം വന്നാൽ അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ എല്ലാവരും എല്ലാ നേരത്തും മാസ്ക് സ്റ്റോക്ക് ചെയ്യുകയും മേടിച്ചു വെക്കുകയും ചെയ്യും. മാസ്ക് വെക്കുന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ അതിനേക്കാൾ മച്ച് മോർ ഈസി, ഒരു ചെലവില്ലാത്ത കാര്യമാണ് ഒരു കർച്ചീഫ് ഉപയോഗിച്ച് വായും മൂക്കും മൂടി ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഹെൽത്ത് കോൺഷ്യസ്നെസ്, എവിടെന്നെങ്കിലും ആഹാരം കഴിക്കണം കൈ കഴുകണം, എപ്പോഴും ചൂടുവെള്ളം തന്നെ കുടിക്കുക, പിന്നെ പുറത്തുനിന്ന് ഐസ് ഇട്ട സാധനങ്ങൾ കുടിക്കാതിരിക്കുക, ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെലവില്ലാത്ത ആരോഗ്യ അറിവുകളും ആരോഗ്യ ജാഗ്രതയും ആരോഗ്യ ഒരു ബിഹേവിയർ ചേഞ്ച്, പെരുമാറ്റ വ്യത്യാസം, ഇതിൽ കൂടെയാണ് നമ്മുടെ വലിയൊരു മുന്നേറ്റം. നമുക്ക് കേരള സോ ലിറ്ററേറ്റ്, നമുക്ക് ഇത്രയും വിവരമുള്ള ജനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പൊ നമ്മളെല്ലാം കൂടെ കൊച്ചു കൊച്ചു രീതിയിൽ സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അസുഖങ്ങളായിക്കോട്ടെ അന്യർക്കും ബാക്കിയുള്ളവർക്കും വരുന്ന അസുഖത്തിന്റെ തോതും കുറയ്ക്കാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും മലയാളിക്ക് സാധിക്കും. വളരെ നന്ദി ഡോക്ടർ, ഞങ്ങളോട് പ്രതികരിച്ചു. എന്തായാലും മഴക്കാലം വരുന്നു, സാംക്രമിക രോഗങ്ങളുടെ സാധ്യതയുണ്ട്, എങ്ങനെ നമുക്ക് ജാഗ്രത പുലർത്താം, ഒപ്പം അപൂർവ രോഗങ്ങളും കേരളത്തിൽ പിടിമുറുക്കുമ്പോൾ എങ്ങനെ നമുക്കതിനെ ചെറുക്കാമെന്നതാണ്. നിരവധി നമുക്ക് മെച്ചപ്പെടേണ്ട, കരുതൽ സ്വീകരിക്കേണ്ട നിരവധി ഇടങ്ങളുണ്ട്. അതാണ് വിദഗ്ധർ പങ്കുവച്ചത്. എന്തായാലും മഴക്കാലത്ത് കൂടുതൽ ജാഗ്രത പുലർത്താൻ നമ്മൾ സ്വയം കരുത്താർജിക്കണം. ഒപ്പം തന്നെ രോഗാവസ്ഥകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ആരോഗ്യ വിദഗ്ധരോട് പങ്കുവെച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ രോഗനിർണയം സാധ്യമാകും. അതിലും പൊതുജനങ്ങൾ കൂടി ആർജവം കാട്ടേണ്ടതുണ്ട് എന്നതാണ് വിദഗ്ധരുടെ അഭിപ്രായം.